ഇന്നലെ ഒരു ദുസ്വപ്നം കൂടെ ഞെട്ടിപ്പോടാ. എന്താ ദുസ്വപ്നം? നമ്മ രണ്ടുപേരും പണിക്കോണ്. പിന്നെ ഞാനെന്താ സ്വപ്നത്തിൽ? പിന്നെ ഞാനില്ലാട്ടാ, മേലെ ഞങ്ങൾ ഒരു സ്വപ്നത്തിലും ഞാനില്ല. ഞാനും രാമായണം എഴുതിയതാരാ? ഞാനിങ്ങല്ല പോ ചുമ്മാരുന്നു. ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. രാമായണം എഴുതിയതാരാണ്? ഞാനല്ല. ചിലപ്പം അവനായിരിക്കും ഇത് എഴുതിയത്. പേടിച്ചിട്ട് പറയാതിരുന്ന. എന്റെ ഒരു കൂട്ടുകാരിയുണ്ടേ, ഷൈനി എന്റെ അടുത്ത് പറഞ്ഞേ കണ്ണി കണ്ടവരെയൊക്കെ ഭർത്താവായിട്ട് കാണണമെന്ന്. കണ്ണി കണ്ടവര് അല്ല ഏട്ടാ, കണ്ണി കൊണ്ടവരെ. കണ്ണിൽ എന്തോ ഉണ്ടല്ലോ. കണ്ണിൽ എന്തോ ഉണ്ട് ഏട്ടാ. അല്ലേ, അങ്ങനെ എന്തോ ഉണ്ടല്ലോ കണ്ണി കണ്ട ദൈവം ഭർത്താവ്. കൺകണ്ട ദൈവം. ഭർത്താവ് കൺകണ്ട ദൈവമാണെന്നല്ലേ ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം. പണ്ടാരം കാണുന്നില്ലല്ലോ. അതല്ല പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറയുമ്പോ പറഞ്ഞാ മതി. എന്റെ അമ്മേ. അതും പറയണോ സാറേ? ഒന്നും പറയണ്ട. അയ്യോ. നാളെ എന്നെ പെണ്ണ് കാണാൻ അമേരിക്കയിൽ നിന്ന് ചെറുക്കൻ വരണുണ്ട്. എവിടെന്ന്? അമേരിക്കയിൽ നിന്ന്. ഞാൻ കേറി പോവാതെ നീ താഴെ പിടി, കുറച്ചുകൂടെ താത്ത് പിടി. സിംഗപ്പൂർ. കുറച്ചും കൂടെ താക്ക്. ബോംബെ. കുറച്ചും കൂടെ താക്ക്. വർക്കല ബീച്ചിലെ കപ്പലടി കച്ചവടം. എന്ത് ഇക്കയുടെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ? ഓ, അതൊരു 3-4 കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും സുഖാണോ? ഓ, പരമസുഖം. നമ്മളെ കാര്യം പോക്കും ഇവിടെ സെക്യൂരിറ്റി അല്ലേ. അപ്പോ സംഭവം കണ്ട ജയരാമൻ മുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി ശവം കാണിച്ചു അല്ലേ? അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. അതെങ്ങനെ താൻ കാണുന്ന ആള് മരിച്ചപ്പോ താൻ കല്യാണ സ്ഥലത്തല്ലായിരുന്നോ? അതെ. ആള് മരിച്ചത് താനെങ്ങനെ അറിഞ്ഞേ? ജയരാമൻ കൂവി വിളിച്ചപ്പോ. എന്നിട്ട് ജയരാമനല്ലേ തന്നെ മുകളിലോട്ട് വിളിച്ചുകൊണ്ട് പോയത്? അതെ. അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന്? അതെ. അയാളല്ലേ തനിക്ക് ഈ മരിച്ച ആളെ കാണിച്ചു തന്നത്? അതെ. അപ്പൊ ആദ്യം ശവം കണ്ടതാരാ? ആദ്യം കണ്ടി നമ്മള്. എന്തോന്ന് അടവ് ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ?